നമസ്കാരം. 2024 ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തൃശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അന്ന് നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയത്. എന്നാൽ തൃശൂരിൽ നിന്നും മടങ്ങിയതിനു ശേഷം തികച്ചും 2 ആഴ്ച കഴിയുന്നതിന് മുൻപ് നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു, തൃശൂരിലേക്ക് എത്തുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇക്കുറി നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുന്നത്, ഗുരുവായൂരിലേക്ക് എത്തുന്നത്. നരേന്ദ്രമോദിയെ ഡൽഹിയിൽ ചെന്നാണ് സുരേഷ് ഗോപിയും കുടുംബവും മകളുടെ കല്യാണം ക്ഷണിച്ചത്. ഈ വരുന്ന 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. ഈ വിവാഹത്തിന് നരേന്ദ്രമോദി എത്തുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയായിരുന്നു. സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിൽ നേരിട്ട് ചെന്ന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചെങ്കിലും അന്ന് വിവാഹത്തിന് വരുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പുകളൊന്നും തന്നെ മോദിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മോദിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. തൃശൂർ ജില്ലാ കളക്ടർക്ക് അറിയിപ്പ് പോയിരിക്കുന്നു. മോദി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതായിരുന്നു ആ സന്ദേശം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഗുരുവായൂരിൽ എത്തിയിരിക്കുന്നു. ADGPയുമായി അവർ നേരിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ നിന്നും ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്കാണ് ഹെലികോപ്റ്റർ വഴി എത്തുക. തുടർന്ന് മണ്ഡപത്തിലേക്ക് എത്തുന്ന മോദിയെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി തയ്യാറാക്കിയിരിക്കുന്നത് എന്നറിയുന്നു. എന്നാൽ ഇതിനിടയിൽ വഴിയിലൂടെയുള്ള മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടി SPGയും ADGPയും തമ്മിൽ 1-2 വട്ടം ആലോചനാ യോഗങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മോദി ഗുരുവായൂരിലേക്ക് എത്തുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമായാണ് ഇക്കുറി നരേന്ദ്രമോദി, ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, കേരളത്തിലേക്ക് എത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. മോദി 17-ാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ സംഭവമായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി സംബന്ധിക്കുക എന്നുള്ളത്. അത് ചരിത്ര മുഹൂർത്തം തന്നെയായിരിക്കും. കേരള ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു സാക്ഷ്യം തന്നെയായിരിക്കും. കേരള ചരിത്രത്തിൽ എഴുതപ്പെടുന്ന വലിയൊരു സംഭവം തന്നെയായിരിക്കും അത്. എന്തായാലും ഇക്കുറി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഏതു വിധേനയും തൃശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ തവണ, അതായത് ജനുവരി 3-ാം തീയതി തൃശൂരിലേക്ക് എത്തിയതും BJPയുടെ വനിതാ സംഘടനയായ വനിതാ മോർച്ച സംഘടിപ്പിച്ച 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തതും. ഇതിൽ മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ടായിരുന്നു. അന്ന് നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ നിന്നവരിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. എല്ലാവരോടും കുശലം ചോദിക്കുന്ന നരേന്ദ്രമോദി 1-2 സെക്കൻഡുകൾ മാത്രം ചിലവഴിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ പിടിച്ചു, ഹസ്തദാനം ചെയ്തു, അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. കുറച്ചു നേരം അവർ തമ്മിൽ കുശലം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. BJPയുടെ ഔദ്യോഗിക ഭാരവാഹി അല്ലാതിരുന്നിട്ടും നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുപ്പിച്ച ഒരേ ഒരു വ്യക്തി, അതായത് ഔദ്യോഗിക ഭാരവാഹിത്വമില്ലാതെ പങ്കെടുപ്പിച്ച ഒരേ ഒരു വ്യക്തി സുരേഷ് ഗോപി തന്നെയായിരുന്നു. ഇതെല്ലാം വിളിച്ചോതിയത് സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ഏത് വിധേനയും വിജയിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും BJPക്ക് പ്രതിനിധി പാർലമെന്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശം BJPക്ക് കൊടുത്തത് RSS സംഘടനാ നേതൃത്വങ്ങൾ തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരു പ്രതിനിധി പോലും BJPക്ക് പാർലമെന്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തെക്കേ ഇന്ത്യയെ വിഭജിക്കുന്നതിന് തുല്യമായി പരിഗണിക്കപ്പെടും എന്ന് തന്നെയായിരുന്നു RSSന്റെ നിർദ്ദേശം. RSS ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് നരേന്ദ്രമോദിയെ തന്നെയായിരുന്നു. നരേന്ദ്രമോദി അമിത്ഷായോടും ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി കേരളത്തിൽ നിന്ന് ചുരുങ്ങിയത് 3 പേരെയെങ്കിലും പാർലമെന്റിൽ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണക്കുകൂട്ടൽ. ഇതിന്റെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 3-ാം തീയതി തൃശൂരിൽ നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പങ്കെടുത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തെക്കേ ഇന്ത്യയിൽ നിന്നും
BJPക്ക് പ്രതിനിധിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചില സംഘടനകൾ ഉയർത്തിയതുപോലുള്ള കട്ടിംഗ് സൗത്ത് പോലുള്ള സംഭവങ്ങൾ, വിഭാഗീയ സംഭവങ്ങൾ തെക്കേ ഇന്ത്യയിൽ രൂപപ്പെട്ടേക്കാം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇക്കുറി ഏതു വിധേനയും BJPയുടെ പ്രതിനിധികളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവും മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള BJP കേന്ദ്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അറിവ്. ഇക്കുറി കേരളത്തിലെ 6 A ക്ലാസ് BJP മണ്ഡലങ്ങളിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. ഈ 6 A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏറ്റവും ഗ്ലാമർ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. അതുകൊണ്ട് ഏത് വിധേനയും ഇക്കുറി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വീണ്ടും ഗുരുവായൂരിലേക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. തികച്ചും സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതിലുപരി തൃശ്ശൂരിൽ നിന്ന് ഏതു വിധേനയും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ, ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് നരേന്ദ്രമോദി ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാസത്തിൽ 2 തവണ കേരളം സന്ദർശിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു പറച്ചിലുകൾ. അതായത് ജനുവരി 3-ാം തീയതി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയിരുന്നു, കേരളത്തിലെത്തിയിരുന്നു. വീണ്ടും ഇപ്പോൾ 17-ാം തീയതി അദ്ദേഹം വരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. കേരളത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത ചരിത്രം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായി നരേന്ദ്രമോദിക്ക് അത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിലുപരി സുരേഷ് ഗോപിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്രത്തോളം വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നുള്ളതിലുപരി ഇക്കുറി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വരവിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ പറഞ്ഞു കേൾക്കുന്ന സംസാരം. മറ്റൊരു പ്രത്യേകത കൂടി ഇതിൽ എടുത്തു പറയാൻ സാധിക്കും. കേരളീയം ചടങ്ങിൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിഫലം കൊടുത്ത് ശോഭന എന്ന ചലച്ചിത്ര നടിയെ അവർ കേരളീയത്തിൽ സംബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യയിലെ സകലകലാവല്ലഭൻ എന്നറിയപ്പെടുന്ന കമലഹാസനും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ നരേന്ദ്രമോദി തൃശ്ശൂരിൽ നാരീശക്തി സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ ശോഭനയടക്കം നിരവധി പേർ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനെതിരെ CPMന്റെ സൈബർ ഗുണ്ടകളും മറ്റുള്ള നേതാക്കളും ശോഭനയെ വളരെ മോശമായ രീതിയിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയുണ്ടായി. സംഘിണിയാണ് ശോഭന, സംഘിണിയാണ് ശോഭന എന്ന് തന്നെയായിരുന്നു അവരെ ആക്ഷേപിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നിന്നും CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്നും പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർക്കൊക്കെ കൃത്യം മറുപടി കൊടുക്കുന്നു എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ശോഭനയും തന്റെ വളർത്തുമകളോടൊപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നു എന്നുള്ള അറിവുകൾ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ശോഭന ഇത്തരം ചടങ്ങുകൾക്കൊന്നും പോകുക പതിവുള്ളതല്ല. ഒരു പ്രത്യേക രീതിയിലുള്ള വ്യക്തിത്വവും പ്രത്യേക രീതിയിലുള്ള ജീവിത രീതിയും പിന്തുടരുന്ന ശോഭന ഇത്തരം ആഘോഷ പരിപാടിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ ഗുരുവായൂരിൽ 17-ാം തീയതി നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ശോഭനയും ശോഭനയുടെ മകളും പങ്കെടുക്കുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ വലിയ ഒരു പ്രഹരം തന്നെയാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ് ശോഭന എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് കേരളീയത്തിൽ ശോഭന പങ്കെടുത്തപ്പോൾ അവരെല്ലാവരും കരുതിയിരുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു പ്രചരണ പരിപാടികൾ. എന്നാൽ ശോഭന BJPയിലേക്ക് നീങ്ങുന്നു, സംഘിണിയായി മാറുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ശോഭനയെ തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ശോഭന CPMന് ഒരു കൃത്യമായ അടി കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇക്കുറി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് എന്നൊരു പ്രാധാന്യം കൂടി ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കപ്പെടുന്നു. അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും വ്യക്തിപരമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിലുപരി സുരേഷ് ഗോപിയെ ഇക്കുറി കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി 2ാം വട്ടവും, അതായത് മാസത്തിൽ 2 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് എത്തുന്നത്, തൃശ്ശൂരിലേക്ക് എത്തുന്നത്, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി എത്തുമ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. എന്നാൽ ഇക്കുറി ഗുരുവായൂരിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി പ്രത്യേക ചില പാക്കേജുകൾ പ്രഖ്യാപിക്കും എന്നുകൂടി അറിയപ്പെടുന്നു. നരേന്ദ്രമോദി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, ഏതവസരത്തിലാണ് അത്തരം ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് എന്നൊന്നും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഗുരുവായൂരിനെ കേരളത്തിൻ്റേത് മാത്രമല്ല ലോകത്തിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിന് ഉപയുക്തമാകുന്ന തരത്തിൽ
ഗുരുവായൂർ ക്ഷേത്രത്തിന് വലിയ പാക്കേജുകൾ അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും 17-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം.